16-ാം തീയതിയാണ് പനി പിടിച്ചത്. ചെറിയൊരു ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു. പക്ഷേ അഡ്മിറ്റ് ആയിട്ടില്ല. 5 ദിവസം റെസ്റ്റ് കൊടുത്തു. ഇപ്പോൾ 5 16 കഴിഞ്ഞ് 21, ഇന്നിപ്പോൾ 10-24-ാം തീയതി ആയി. ഇനി വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൊഴിയാം, വാർത്താ ചാനലുകാർക്ക് പോയി ചോദിക്കാം. പിന്നെ ഇതിനിടയ്ക്ക് പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം വലിയ പ്രശ്നമൊന്നുമില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാ. അങ്ങോട്ട് ചെല്ല് മൈക്കും എടുത്ത്. മെയിൻ ആൾക്കാരോടൊക്കെ ചോദിക്കാതെ എങ്ങനെയാടേ എല്ലാ കാര്യത്തിലും വലിയ അഭിപ്രായമൊക്കെ പറയുന്നതല്ലേ? ഭയങ്കര ഏതൊക്കെ സ്ഥലത്താണ് ചെന്ന് ഇറങ്ങുന്നത്, എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ട ആളെന്ന നിലയ്ക്ക് ചോദിക്കാത്തത് എന്തേ? ദിവസങ്ങൾ ഇത്ര ആയില്ലേ? 8 ദിവസമായി. അതിനിടയ്ക്ക് ഡാൻസും പാട്ടും കഴിഞ്ഞു. ഒരിടത്തും അങ്ങനെ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നില്ല. പിന്നെ ഇങ്ങനൊരു അവസരത്തിൽ ഓരോരുത്തർക്കും ഓരോ വയ്യായി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മിണ്ടായിരിക്കുന്നതും എന്തോ ഇതിങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? പുതിയ വേഷം വല്ലതും തയ്പ്പിക്കാൻ പോയതാണോ ആവോ? പക്ഷെ ഉണ്ടല്ലോ, മറ്റേ പുള്ളിയുടെ ഒന്നും ഒരു അനക്കം പോലും ഇല്ലല്ലേ? ഏതാ രവി? കാണാനേ ഇല്ല. അയ്യോ അല്ലേ, ഇവിടെ കിടന്ന് എന്തൊക്കെ ഭാഗ്യം അയാളൊക്കെ നേരത്തെ ഒന്ന് മാറിയിരുന്നത്. ഇല്ലെങ്കിൽ എന്തെല്ലാം പറഞ്ഞേനെ, ശ്രീവിരുദ്ധതയൊക്കെ കേട്ട് മടുത്തേനെ ആളുകളിവിടെ. ഒരു അനക്കവും ഇല്ല. ഒരു ഏരിയ മുഴുവൻ മിണ്ടാതിരിക്കുകയാണ്. ഫെഫ്കയുടെ അഭിപ്രായമൊന്നും കേട്ടില്ല. ഫെഫ്കയുടെ ആളുകൾക്ക് ഭയങ്കര ഉന്നതരും ഭയങ്കര ബുദ്ധിജീവികളൊക്കെയാണ്. അവിടെയൊക്കെ ആണെങ്കിൽ ബുദ്ധി കൊണ്ടങ്ങ് ജീവിക്കുക ആൾക്കാർ. അതാണോ ഈ ബുദ്ധിജീവി എന്ന് പറയുന്നത്? എന്താണേലും ഇവരൊന്നും ഒന്നും പറയുന്നില്ലെന്നേ. ഇതെന്ത് ഇങ്ങനെ ഇത്ര വലിയൊരു ഇഷ്യൂ നടക്കുമ്പോൾ മെയിൻ ആൾക്കാരൊക്കെയല്ലേ പറയണ്ട? അല്ലാതെ ഈ സൈഡിൽ മറ്റേ കോമഡി റോളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെയാണോ ഇതിനെയൊക്കെ പ്രതികരിക്കുന്നത്? മെയിൻ ആൾക്കാർ വന്ന് പ്രതികരിക്കണം. സ്ഥിരമായി പ്രതികരിക്കുന്ന പോലെ. കൊറോണ വന്നാൽ എന്ത് ചെയ്യണം, ക്യൂ നിൽക്കണേൽ എങ്ങനെ നിൽക്കണം, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നേരിട്ട് കണ്ട് പറയുന്ന ആളുകൾ. ഇതും ഒരു ദുരന്തം തന്നെയാണ്. ഇത്രയും വലിയ, അത് സ്വന്തം ഇൻഡസ്ട്രിയിൽ സംഘടനയുടെ കീഴിൽ അത്രയും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആവേണ്ട സ്ഥലത്ത് ഇനിയും പറയാത്തതെന്തേ തുമ്പേന്നേ ഇനിയും വരാത്തതെന്തേ, അങ്ങനെ പാട്ടില്ലേ? ഇനിയും വരാത്തതെന്തേ പൂത്തുമ്പേന്നേ ഇനിയും വരാത്തതെന്തേ. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പാട്ട്. എനിക്കറിയത്തില്ല, ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള പാട്ടൊന്നും അല്ല. എന്നാലും എൻ്റെ ശരി. എന്നാ എല്ലാവരും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇങ്ങനെ വേണം എല്ലാ കാര്യങ്ങളും. ഇതൊരു പ്രത്യേക സമയത്ത് മാത്രം എല്ലാവരും ഉണരുകയും ചില പ്രത്യേക സമയത്ത് എല്ലാവരും ഉറങ്ങുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക പ്രതിഭാസമാണ്. പ്രഗത്ഭനും പിന്നെന്താ പ്രമുഖനും ശേഷം പ്രതിഭാസം.